കമ്പി മുരളീധരന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. അപ്പോൾ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന യാത്ര എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ആ യാത്രയിൽ ഞാൻ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിരുന്നു. ആ യാത്രക്കിടയിൽ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ധാരാളം പേർ എൻ്റെ ബൈറ്റ് എടുത്തിരുന്നു. മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ ബൈറ്റ് എടുത്തിരുന്നു. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അവർ ഈ ചാരവനിതയുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ്. അവരുണ്ടാക്കിയ ധാരണയുടെ വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ അതിന് പകരം ഒരു പഴയ വാർത്ത എടുത്ത് രണ്ടാമതും വീണ്ടും പ്രചരിപ്പിച്ചതുകൊണ്ട് പണം കൊടുത്ത് ഈ ചാരവനിതയെ കേരള ടൂറിസത്തിൻ്റെ കവറേജിന് വേണ്ടി വിളിച്ചു വരുത്തിയതിൻ്റെ വിഷയത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഞാൻ വിളിച്ചു വരുത്തി, ഞാൻ പണം കൊടുത്തു കൊണ്ടുപോയ ആളല്ല. കേരള സർക്കാർ പണം കൊടുത്ത് ഒരു ചാരവനിതയെ കേരള ടൂറിസത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി മുരളീധരനുമായിട്ടും കൂടി യാത്ര ചെയ്തിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, അതായത് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, ആ വിഷയത്തെ ഗതി തിരിച്ചു വിടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വി മുരളീധരനോടൊപ്പമുള്ള യാത്രയുടെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിട്ടുള്ളത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയായി വരുന്നത്. ഒരു ന്യായമായി ഉയർത്തി കാണിക്കുന്നത് താൻ ക്ഷണിച്ചിട്ടില്ല എന്നും പണം നൽകിയല്ല ജ്യോതി മൽഹോത്ര ആ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത് എന്നുമാണ്. ആരാണിനി ക്ഷണിച്ചതെന്ന്, എവിടെ നിന്നാണ് പാസ് ലഭിച്ചത് എന്നതൊക്കെ അറിയേണ്ടതാണ്. BJP ആ പാസ് നൽകിയിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ BJP അക്കാര്യം വ്യക്തമാക്കുമെന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, 2024 ജനുവരി മാസത്തിലാണ് കേരള ഗവൺമെന്റ് ക്ഷണം സ്വീകരിച്ച ഒരു 3 ദിവസം കേരളത്തിൽ വന്നത്. ഞാനത് അഡ്മിറ്റ് ചെയ്യുകയാണ്. 41 ബ്ലോഗർമാരെയാണ് ടൂറിസം ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷണിച്ചത്. അതിന് ഖജനാവിധി ശരിയാണ്, സംസ്ഥാന ഗവൺമെന്റാണ് പണം ചെലവാക്കിയത്. പക്ഷെ 2024 ജനുവരിയിൽ അവരോട് വരുമ്പോൾ അതിന് 1 വർഷം മുമ്പാണ് സംഭവമാണ് 2023 വന്ദേ ഭാരത് ഉദ്ഘാടനം. ആ വന്ദേ ഭാരത് ഉദ്ഘാടനത്തിന്റെ പ്രോഗ്രാം തയ്യാറാക്കിയതൊന്നും സംസ്ഥാന ഗവൺമെന്റായിട്ട് അതിന് ബന്ധവുമില്ല. ഞാൻ ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഒരു കാര്യത്തിലേക്ക് വരാം. ഇവര് 487 വീഡിയോകൾ ഇവര് വിട്ടിട്ടുണ്ട്. ഈ 487 വീഡിയോകളും ഹരിയാന സ്വദേശിയായ ഈ സ്ത്രീ വിട്ടിരിക്കുന്നത് ഹിന്ദി ഭാഷയിലാണ് ഭൂരിപക്ഷവും വിട്ടിരിക്കുന്നത്. ആ വ്ളോഗുകൾ മൊത്തം എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങള്, UP-യിലെ കുംഭമേള, കാശ്മീര്, ഹിമാചൽ പ്രദേശ് തുടങ്ങി ഡൽഹി തുടങ്ങി ഇന്ത്യയിലെ ടൂറിസവുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ വ്ളോഗാണ് ഇവർ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവരായിട്ട് 10 വർഷത്തിന് മുകളിലായിട്ട് ഈ വ്ളോഗ് വിടുന്നു. ഈ 10 വർഷത്തിന് മുകളിലായിട്ട് ഹിന്ദി ലാംഗ്വേജിലും വടക്കേ ഇന്ത്യൻ ലാംഗ്വേജുകളിലുമായിട്ട് ഇവർ ഈ വ്ളോഗുകൾ ഇടുമ്പോൾ ഇന്ത്യൻ ഇന്റലിജൻസ് എന്ത് ചെയ്യുകയായിരുന്നു? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇന്റലിജൻസ്. അല്ല, അവിടെ താങ്കൾ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. അവർ പാകിസ്ഥാനിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള നിരവധി വീഡിയോകൾ കൂടി പങ്കുവച്ചിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള വീഡിയോകളിൽ പലതും പാകിസ്ഥാനിലെ പ്രവർത്തനങ്ങളെ, അവിടുത്തെ പൊതുഗതാഗത സംവിധാനത്തെ, അതുപോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള പാകിസ്ഥാനിൽ ഹിന്ദു ദേവാലയങ്ങൾ സുരക്ഷിതമായി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അങ്ങനെയൊക്കെയുള്ള ദൃശ്യങ്ങളും വ്ളോഗുകളുമാണ് പങ്കുവച്ചിരുന്നത്. അല്ല, അവര് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അവര് ചില പാകിസ്ഥാൻ പുരുഷന്മാരുമായിട്ട് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അവർ യാത്ര ചെയ്തിട്ടുണ്ട്. അതിന്റെ രേഖകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത്രയുമൊക്കെ 10 വർഷമായിട്ട് ഇവർ ചാരപ്രവർത്തി നടത്തുകയും ഇന്ത്യയിലെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭരണസ്ഥിരാകത്തിനുമായി ഡൽഹി ഉൾപ്പെടെയുള്ള ഭാഗത്തിന്റെ വ്ളോഗ് തയ്യാറാക്കി പാകിസ്ഥാന് കൈമാറിയിട്ടും കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ഇപ്പോഴാണ് അവർ അറസ്റ്റ് ചെയ്യുന്നത്. ഒറീസയിൽ, ബീഹാറിൽ വെച്ചാണ് ഹരിയാനയിൽ അറസ്റ്റ് ചെയ്യുന്നത്. അവരിപ്പോ ജയിലിൽ കിടക്കുന്നു. ഇത്രയും നാളായിട്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ അവര് ഇന്ത്യ മൊത്തം ചുറ്റി നടന്ന് ടൂറിസവുമായി ബന്ധപ്പെട്ടും മറ്റു രീതിയിൽ വ്ളോഗുകൾ തയ്യാറാക്കി പാകിസ്ഥാനും ഇന്ത്യയുടെ വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് 2024 ജനുവരിയിൽ കേരളം വിളിച്ചു. ശരി തന്നെയാണ്, സംസ്ഥാന ഗവൺമെന്റ് അന്വേഷണം നടത്തണമെന്ന് തെറ്റിയാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് കേരള ഗവൺമെന്റ് പുറത്ത് അലക്കൊണ്ടു വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ്, ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP-യാ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ അവിടെ ഇരിക്കുന്നു. ഇവിടെ എല്ലാം ചുറ്റി നടത്തും. ഡൽഹി ഉൾപ്പെടെ, UP ഉൾപ്പെടെ, മഹാകുംഭമേള, ഇവിടെ എല്ലാം വന്ന് ഇവർ വ്ളോഗ് തയ്യാറാക്കിയിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല, സെൻട്രൽ ഇന്റലിജൻസ് അറിഞ്ഞില്ല, ഞങ്ങൾ ക്ഷണിച്ചാണ് 2023 വന്ദേ ഭാരത്തിന്റെ ഉദ്ഘാടനത്തിന് വന്നേക്കെ പറഞ്ഞാൽ
എന്റെ ബഹുമാനപ്പെട്ട ശ്യാമപ്രസാദ് അങ്ങോട്ടുള്ള എല്ലാ ബഹുമാനത്തോടും പറയുകയാണ്, ഇത്രയും ലാഘവത്തോടെ ഇത്രയും അന്തർദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടായിട്ടും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് 2024 ജനുവരിയിൽ അവർ 10 വർഷത്തിന് മുകളിലായിട്ട് വ്ലോഗ് തയ്യാറാക്കുന്നു. അത് ഹിന്ദി ഭാഷയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ സ്ഥാനങ്ങളിൽ കാശ്മീരിന്റെ വ്ലോഗുണ്ട്, ഹിമാചൽ പ്രദേശിന്റെ വ്ലോഗുണ്ട്, പാകിസ്ഥാൻ അതിർത്തിയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും വ്ലോഗ് അവരുടെ കയ്യിലുണ്ട്, പഞ്ചാബിന്റെ വ്ലോഗ് അമൃത്സർ ഉൾപ്പെടെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്, സുവർണ്ണ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ. അവിടെ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ അതാണ് ഈ സൂചിപ്പിക്കുന്ന, അതൊക്കെ ഒരു വ്ളോഗർ എന്ന നിലയിൽ പലപ്പോഴും നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നിരവധിയായ വ്ളോഗർമാർ ഉണ്ട്. അതിൽ ചിലരൊക്കെ പ്രൊമോഷൻ വീഡിയോകൾ പെയ്ഡായി ചെയ്യുന്നവരുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം നൽകിയിട്ടാണ്. അത് വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് അതിന് കൃത്യമായ മറുപടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും ഏതാണ്ട് 75 ലക്ഷം രൂപയോളം ഒക്കെ മുടക്കിയിട്ടുണ്ട് എന്നതാണ് വിവരങ്ങൾ. അത് ഞാൻ സ്ഥിരീകരിക്കുന്നില്ല, ഔദ്യോഗികമായി പറയുന്നുമില്ല. പക്ഷേ അത്രയുമൊക്കെ പണം മുടക്കി ഒരു വ്ളോഗറെ എത്തിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം കൂടി അന്വേഷിക്കേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യം. മാത്രവുമല്ല, ഈ വ്ളോഗർ ഇത്രമേൽ വിവാദത്തിൽ പെട്ടപ്പോഴും സംസ്ഥാന സർക്കാർ അക്കാര്യം മിണ്ടിയില്ല എന്നുള്ള പരാതിയുമാണ് പ്രധാനമായും ഉയരുന്നത്. ശരിയാണ്, ഞാൻ ആ തെറ്റ് അംഗീകരിക്കുന്നു. 41 പേരെ ഗവൺമെന്റ് വ്ളോഗർമാർ സെലക്ട് ചെയ്തപ്പോൾ ഇവരുടെ പശ്ചാത്തലം അംഗീകരിക്കണമായിരുന്നു. പക്ഷേ അന്ന് ഗവൺമെന്റ് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഇവരുടെ പേരിൽ അങ്ങനെ ചാരപ്രവൃത്തികളൊന്നും വന്നിട്ടില്ല. ഗവൺമെന്റിന്റെ അറിവിൽ ഇപ്പൊ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ അവർ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളും ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രദേശങ്ങളിലും പോവുകയും അവർ വ്ളോഗ് തയ്യാറാക്കുകയും അത് ഇന്റർനാഷണൽ പബ്ലിഷ് ചെയ്യുന്നു. അതാണ് ഗവൺമെന്റ് കിട്ടിയ അറിവ്. അങ്ങനെയുള്ളവരെയാണ് കേരള ടൂറിസം പ്രൊമോട്ട്. ഇത് LDF ഗവൺമെന്റ് മാത്രമല്ല, UDF ഗവൺമെന്റ് ഇരുന്നപ്പോഴും എല്ലാ ഗവൺമെന്റുകളും കേരളത്തിന്റെ ടൂറിസം ഡെവലപ്മെന്റുമായിട്ട് വർഷത്തോറും ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. അതിനും മറ്റ് വിദേശ രാജ്യത്ത് പോലും പ്രതികളിൽ പങ്കെടുക്കാറുണ്ട് നമ്മുടെ ടൂറിസം പ്രൊമോഷന്. പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ടൂറിസം മേഖലയെ കുറിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ കൊണ്ടുവരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് ഇവർ ഇന്ത്യയിലെ BJP ഭരിക്കുന്ന UP ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വ്ളോഗ് ചെയ്യുന്നു. അവിടെയൊന്നും ഇവരെ കുറിച്ച് നാളിതുവരെ ഒരു കേസ് ഉണ്ടായിട്ടില്ല. ഇവരുടെ പേര് ഒരു ചാരവൃത്തിയാണെന്നുള്ള അറിവുകളൊന്നും ഗവൺമെന്റിനില്ല. ഒരുപക്ഷെ അത് ഇഗ്നോറൻസ് ആയിരിക്കാം. ആ അറിവില്ലായ്മയുടെ ഭാഗമായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ തെറ്റാണ്, തെറ്റ് 100% ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ തെറ്റിലേക്ക് നയിച്ചത് കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര ഏജൻസികളുമാണ്. 10 വർഷമായിട്ട് ഇവർ ഈ വ്ളോഗത്തെ ഇവരെന്താ ചെയ്യുന്നത്? ഇവർ പിടിക്കുന്ന വ്ളോഗുകളെല്ലാം പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് ചാരപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യയുടെ ഭൂസ്ഥിതി വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയും ഇന്ത്യയിലെ ഓരോ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ, കേരളത്തിൽ തന്നെ നമുക്കറിയാം കേരളത്തിലെ പ്രധാന പ്രശ്നങ്ങൾ, തലസ്ഥാനം, കാശ്മീർ, ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ അവർ പാകിസ്ഥാന് കൈമാറുകയാണ്. അപ്പൊ ഈ 10 വർഷമായിട്ട് ഇവരിത് കൈമാറിയിട്ട് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല? ഇവര് പാകിസ്ഥാൻ പൗരന്മാരുമായിട്ട് ഇന്ത്യയുടെ അന്തർദേശീയ എയർപോർട്ടിൽ നിന്ന് യാത്രയിട്ടുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു പാകിസ്ഥാൻ പൗരനുമായിട്ട് ഇന്തോനേഷ്യയിലേക്ക് അവർ യാത്ര ചെയ്തു ഈ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ഇത്രയുമൊക്കെ ആയിട്ട് ഇന്റലിജൻസ് ഏജൻസി അറിയാതെ വന്ദേ ഭാരത് ട്രെയിനിലൂടെ വന്നതും ഇടതുപക്ഷ മുന്നണിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് 2023 നടന്ന സംഭവം ഞങ്ങൾ അന്നേ വിളിച്ചു വരുത്തിയാണെന്നൊക്കെ പറഞ്ഞാൽ ഇത് സാറിന് അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കുന്നില്ല. തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു. ഒരു വനിതയെ കൊണ്ടുവന്ന് വ്ളോഗ് ചെയ്ത് തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം.